തുടങ്ങുമ്പോഴേക്കും ഫെങ് ഉണർന്ന് ഷോയിച്ചിയുടെ കൈ പിടിച്ച് കട്ടിലേക്ക് കിടത്തുകയും അവളുടെ മുകളിലായി ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് ഫെങ് അവളോട് ചോദിക്കും, സത്യം പറയണം, നീ എന്താ ഇവിടുന്ന് മോഷ്ടിച്ച്? അതിന് ഷോയിച്ചി പറയും, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സംശയമുണ്ടെങ്കിൽ നിനക്ക് എന്റെ ഉടുപ്പൊരു പരിശോധിക്കാം. ഇത് കേട്ട ഫെങ്ങിന് നാണക്കേട് തോന്നി അവരവിടുന്ന് എണീക്കുന്നു. എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിക്കുന്നു. ഷോയിച്ചിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. പക്ഷേ ലീ ഇതെല്ലാം അറിഞ്ഞ് വിഷമിക്കുന്നു. അപ്പോൾ ഫെങ് ലീയോട് പറയും, നിനക്ക് ഷോയിച്ചിയെ ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്ത സീനിൽ തന്റെ സഹോദരനോട് സംസാരിക്കുന്ന ഫെങ്ങിന്റെ സ്റ്റെപ്പ് മദറെയാണ് കാണിക്കുന്നത്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർക്ക് ഫെങ്ങിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. അവരാഗ്രഹിക്കുന്നത് മകൻ ലീയെ കമ്പനിയുടെ ചെയർമാൻ ആക്കണമെന്നാണ്. അപ്പോഴാണ് അവർ ഫെങ്ങിനെ അംനേഷ്യ പോലെ ഒരു അസുഖമുള്ള കാര്യം ഓർക്കുന്നത്. അവനെതിരെ തെളിവ് ശേഖരിക്കാനായി സു എന്നൊരു പെൺകുട്ടിയെ നിയമിക്കുന്നു. പിന്നീട് കാണുന്നത് ഷോയിച്ചിയെ റെസ്റ്റോറന്റ് ഓണറെയുമാണ്. ഓണർ ഒരു എഗ്രിമെന്റ് കാണിച്ചുകൊണ്ട് പറയുന്നു, ഇന്നലെ നമുക്ക് ഒരുപാട് ലാഭമുണ്ടായി. ഫെങ് ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്താൽ നമുക്ക് അവരുടെ കമ്പനി സ്റ്റാഫുകൾക്കെല്ലാം ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. സോ നീ ഫെങ്ങിനെ കൊണ്ട് ഇതിൽ സൈൻ ചെയ്യിക്കണം. അങ്ങനെ ഷോയിച്ചി ഇതിനായി ഫെങ്ങിന്റെ കമ്പനിയിൽ എത്തുന്നു. അങ്ങനെ അവിടെയുള്ള ലിഫ്റ്റ് പെട്ടെന്ന് സ്റ്റക്ക് ആകുന്നു. ഫെങ്ങിന്റെ മുന്നിൽ കൂടി ഷോയിച്ചി അതിൽ കയറി പോകുന്നു. പക്ഷെ അപ്പോഴും അത് ഹലൂസിനേഷൻ ആണെന്നാണ് ഫെങ് വിചാരിക്കുന്നത്. അങ്ങനെ ഷോയിച്ചി ആ എഗ്രിമെന്റ് ഫെങ്ങിന്റെ ടേബിളിൽ വെച്ചിട്ട് അവിടെയെല്ലാം അവളുടെ അനൗൺസിയേറ്റർ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഫെങ് വരുന്നതായി തോന്നുമ്പോൾ അവൾ പോയി ഒളിക്കുന്നു. പക്ഷേ ഒരു ബുക്ക് തല തിരിഞ്ഞു നിൽക്കുന്നതായി കാണുമ്പോൾ തന്നെ അവനെല്ലാം മനസ്സിലാകുന്നു. ഷോയിച്ചിയെ അവൻ കണ്ടുപിടിക്കും. ഷോയിച്ചി അവന്റെ കൈ കെട്ടിയിട്ട് അനൗൺസിയേറ്റർ എവിടെയെന്ന് ചോദിക്കുന്നു. ഫെങ്ങിനൊന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ച കാര്യമെല്ലാം ഫെങ്ങിനോട് പറയുന്നു. പക്ഷെ ഫെങ്ങിന് അത് വിശ്വാസമാകില്ല. കാരണം ഫെങ്ങിന്റെ ഓർമ്മയിൽ അതൊന്നുമില്ല. പെട്ടെന്ന് ഫെങ്ങിന്റെ അങ്കിൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ഫെങ് ഷോയിച്ചിയെ ടേബിളിന്റെ അടിയിലേക്ക് താഴ്ത്തി മിണ്ടാതിരിക്കാൻ പറയുന്നു. അവന്റെ അങ്കിൾ വന്ന് പറയും, സു എന്നൊരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട്. ഫെങ് സുഖമില്ല എന്ന് അങ്കിളിനോട് കള്ളം പറയുന്നു. അങ്കിൾ പോയപ്പോൾ ഷോയിച്ചി ദേഷ്യപ്പെട്ടു പോകുന്നു. അങ്കിൾ ചെന്ന് സുവിനോട് കാര്യം പറഞ്ഞെങ്കിലും അവൾക്കത് കള്ളമാണെന്ന് മനസ്സിലാകുന്നു. അവൾ ദേഷ്യത്തിൽ ഫെങ്ങിന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിക്കുന്നു. അതേസമയം ഫെങ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ പോയി റോക്ക് ക്രിസ്റ്റലിനെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷേ സയന്റിസ്റ്റിന് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. പെട്ടെന്ന് ഫെങ്ങിന്റെ അസിസ്റ്റന്റ് വിളിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് വരാൻ പറയുന്നു. ഫെങ് അവിടേക്ക് ചെല്ലുമ്പോൾ സു കാറിന്റെ ക്യാഷ് കൊടുത്തുകൊണ്ട് പറയും, എന്റെ ഫാദർ നീയുമായ ഒരു ബ്ലൈൻഡ് ഡേറ്റ് വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരു പ്രാവശ്യം കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഫെങ് അപ്പോൾ അവളെ ശ്രദ്ധിക്കണമെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നു. അതേസമയം ഈ പെണ്ണിന്റെ തന്നെ മെസ്സേജ് കണ്ട് മയങ്ങിയിരിക്കുന്ന ലീയെ കാണാം. അവൻ പണ്ട് ഈ സൂയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. പക്ഷേ അവർ ബ്രേക്കപ്പ് ആവുന്നു. അടുത്ത സീനിൽ ഷോയിച്ചിയും ഓണറും സംസാരിച്ചിരിക്കുന്നത് കാണാം. അവിടേക്ക് ലീ വരുന്നു. ഷോയിച്ചിയോടൊപ്പം സംസാരിച്ചു കൊണ്ട് ബീർ കുടിക്കുന്നു. ഒരുപാട് കുടിച്ചത് കാരണം അവന്റെ ബോധം പോകുന്നു. പെട്ടെന്ന് അവന് ഷോയിച്ചിയെ സു ആയിട്ട് തോന്നുന്നു. അങ്ങനെ ലീ അവളുടെ കയ്യിൽ പിടിക്കുന്നു. പക്ഷേ ഷോയിച്ചി അപ്പോൾ ഗ്ലൗസ് ഇടാത്തത് കൊണ്ട് അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. പിന്നീട് അവൾ വിറച്ച് വിറച്ച് സ്റ്റോർ റൂമിൽ പോയിരിക്കുന്നു. ലീയെ കാണാത്തത് കൊണ്ട് ഫെങ് ലീയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് റെസ്റ്റോറന്റിൽ എത്തുന്നു. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.